ഇലക്ഷൻ ബഹളം പറഞ്ഞു, മറ്റു ചില പല വാർത്തകളും പറഞ്ഞു. അപ്പോഴും നമുക്ക് പ്രാദേശിക വാർത്താ വിശേഷങ്ങൾ മറന്നു പോകാൻ പാടില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് പുറമെ എത്തിച്ചുകൊണ്ട്, അധികാരികളിലേക്ക് എത്തിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പോകാം ലോക്കൽ ഫോക്കസിലേക്ക്. തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ചാരാച്ചിറക്കുളം അവഗണനയുടെ പായൽ വിഴുങ്ങി മരണാസന്നമാകുന്നു. കാവ്യാത്മകമായി പറയുന്നതല്ല കേട്ടോ, അതിന്റെ ഒരു അവസ്ഥ അത്രത്തോളം ദയനീയമാണ്. രാത്രിയുടെ എന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് അധികൃതർ എപ്പോൾ ചെവി കൊടുക്കും? നഗരത്തിലെ പട്ടം കവടിയാർ മേഖലയിലുള്ള ചാരാച്ചിറക്കുളമാണിത്. പച്ചപ്പിൽ ഈ പുതപ്പിനിടയിൽ ശ്വാസം മുട്ടുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ചരിത്രമാണ്. തെളിനീര് ഒഴുകിയിരുന്നിടത്ത് ഇന്ന് അറവു മാലിന്യങ്ങളും പ്ലാസ്റ്റിക് ചാക്കുകളും. ഇരുട്ടിന്റെ മറവിൽ നഗരത്തിന്റെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കുപ്പത്തൊട്ടിയായി ഈ കുളം മാറി. നവീകരണമെന്ന വാഗ്ദാനങ്ങൾ പായൽ പോലെ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഒരു കാലത്ത് ഈ നാടിന്റെ ഐശ്വര്യമായിരുന്ന കുളമാണിത്. ഇന്ന് കൺമുന്നിൽ നശിക്കുന്നത് കണ്ടു നിൽക്കാനേ നാട്ടുകാർക്ക് കഴിയുന്നുള്ളൂ. കുളം നവീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കൗൺസിൽ കയറിയപ്പോൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിയാൽ ഉടൻ തന്നെ ഈ കുളം നവീകരിക്കും. ഇവിടെ മൊത്തം വേസ്റ്റേ ഉള്ളൂ. അതിനകത്ത് ഒരു 10-20 ചാക്ക് വരും കിടപ്പുണ്ട്. കുളം വൃത്തിയാക്കി ചുറ്റും വിളക്കുകൾ സ്ഥാപിച്ച് ഒരു പാർക്കാക്കി മാറ്റണമെന്നാണ് ഏക ആവശ്യം. പായൽ നീക്കം ചെയ്ത് കുളം വീണ്ടെടുക്കാൻ അധികൃതർ തയ്യാറാകുമോ, അതോ ഈ പൈതൃക സ്വത്ത് പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ കാത്തിരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.